Hello friends, Corona Institute in IT infrastructure training session like you swagam. നമ്മൾ മദർബോർഡ് എന്ന ഇലക്ട്രോണിക് കമ്പോണന്റിന്റെ ഡിഫറെന്റ് പാർട്സിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. മൈക്രോ പ്രോസസർ ഏരിയ, സ്ലോട്ട്സ് ഏരിയ, ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തത്. നമുക്കിനി മെമ്മറി എന്ന കൺസെപ്റ്റ് നോക്കാം. മെമ്മറി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പൊതുവായി തന്നെ കുറച്ച് ചർച്ച ചെയ്യാനുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മെമ്മറി നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വി വിൽ സേ പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മദർബോർഡ് അടക്കമുള്ള ലോജിക് സർക്യൂട്ടുകളുടെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക് മെമ്മറിയെ പൊതുവെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മെമ്മറി. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡ്രൈവ് അടക്കമുള്ള മറ്റ് സ്റ്റോറേജ് ഡിവൈസുകൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെമ്മറി. പൊതുവെ ജനറൽ ടെർമിനോളജിയിൽ മെമ്മറി എന്ന വാക്കാണ് നമ്മൾ പറയുന്നതെങ്കിൽ വി ആർ ഓൺലി റെഫറിങ് ടു ദ പ്രൈമറി മെമ്മറി. സെക്കൻഡറി മെമ്മറികളെ പ്രിഫറബിളി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് വിളിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പലപ്പോഴും ഉപയോഗിക്കുന്ന പോലെ എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഇത്ര മെമ്മറി ബാക്കിയുണ്ടെന്ന പ്രയോഗം ടെക്നിക്കലി കറക്റ്റ് ആണ്. പക്ഷെ കഴിയുമെങ്കിൽ എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഇത്ര സ്പേസ് ബാക്കിയുണ്ടെന്നോ കപ്പാസിറ്റി ബാക്കിയുണ്ടെന്നോ പറയുന്നതാണ് കുറച്ച് നല്ലൊരു പ്രയോഗം. എന്തായാലും നമുക്ക് പ്രൈമറി മെമ്മറിയെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങാം. എന്താണ് പ്രൈമറി മെമ്മറിയുടെ ആവശ്യം? രണ്ട് തരത്തിലുള്ള പ്രൈമറി മെമ്മറികളാണ് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ളത്. ഒന്നിന്റെ പേര് റീഡ് ഓൺലി റാൻഡം ആക്സസ് മെമ്മറി എന്നും അടുത്തത് റീഡ് റൈറ്റ് റാൻഡം ആക്സസ് മെമ്മറി എന്നുമാണ്. അതായത് RORAM ആൻഡ് RWRAM. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല കേട്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് പരിചയമുള്ള വാക്ക് വേറെന്തോ ആണല്ലോ, റാം ആൻഡ് റോം. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പ്രൈമറി മെമ്മറികളെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് റീഡ് ഓൺലി റാൻഡം ആക്സസ് മെമ്മറികളും വേറൊന്ന് റീഡ് റൈറ്റ് റാൻഡം ആക്സസ് മെമ്മറികളും. അതായത് ഇത് രണ്ടും പൊതുവായി റാം തന്നെയാണ്, റാൻഡം ആക്സസ് മെമ്മറികൾ തന്നെയാണ്. അതിൽ തന്നെ റീഡ് ഓൺലി റാൻഡം ആക്സസ് മെമ്മറികളെ നമ്മൾ റോം എന്ന് പൊതുവെ വിളിക്കുന്നു. റീഡ് റൈറ്റ് റാൻഡം ആക്സസ് മെമ്മറികളെ ജനറൽ ലെവലിൽ റാം എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ റോം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഉപകരണവും അടിസ്ഥാനപരമായ ഒരു റാൻഡം ആക്സസ് മെമ്മറി തന്നെയാണെന്ന് അർത്ഥം. ഇനി അപ്പോൾ ചർച്ച വരുന്നത് എന്താണ് റോമിന്റെ ആവശ്യം, എന്താണ് റാമിന്റെ ആവശ്യം എന്നാണ്. റോം എന്നത് അടിസ്ഥാനപരമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മദർബോർഡിൽ ഉപയോഗിക്കുന്നത് ഒരു ഫേംവെയർ എന്ന ആശയത്തിലാണ്. നിങ്ങൾക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ റോമിലേക്ക് എഴുതുന്ന വിവരങ്ങൾ ഒരു തവണ മാത്രം എഴുതപ്പെടുകയും തുടർന്ന് റീഡ് ചെയ്യപ്പെടുകയും മാത്രം ചെയ്യുന്നതാണ് റോമിന്റെ ആശയം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു റോം ചിപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമാക്കുന്നത് സ്ഥിരമായി എഴുതി വെക്കേണ്ട, സ്ഥിരമായി അവിടെ തന്നെ ഇരിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. നോർമലി അതുകൊണ്ട് തന്നെ ഫേംവെയർ എന്നറിയപ്പെടുന്ന പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യാനാണ് കമ്പ്യൂട്ടറിൽ റോമുകൾ ഉപയോഗിക്കുക. എന്താണ് ഫേംവെയർ? നമുക്ക് പരിചയമുള്ള രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നു അല്ലേ, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. അപ്പൊ ഈ ഫേംവെയറിന്റെ പ്രസക്തി എന്താണ്? നോർമലി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ, ഫേംവെയർ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ഉറപ്പിച്ചു വെക്കപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് ബേസിക്കലി ഫേംവെയർ. നോർമലി വി വിൽ സേ റോമിലേക്ക് എഴുതപ്പെട്ട ഏത് സോഫ്റ്റ്വെയറുകളെയും നമുക്ക് പൊതുവായി വിളിക്കപ്പെടാവുന്ന പേരാണ് ഫേംവെയർ. എന്റെ കമ്പ്യൂട്ടറിന്റെ മദർബോർഡിൽ എനിക്ക് ഏറ്റവും പരിചിതമായ ഫേംവെയർ കൺസെപ്റ്റ് ബയോസ് ആണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ബയോസ്. ബയോസുകൾ എഴുതി വെക്കപ്പെടാനാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഞാൻ റോം ചിപ്പുകൾ എന്റെ മദർബോർഡിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ റോമിന് ഏറ്റവും പ്രസക്തമായ ഉപയോഗം ബയോസ് എന്നറിയപ്പെടുന്ന പ്രോഗ്രാമുകളെ സ്റ്റോർ ചെയ്യാനാണ്. തുടർന്ന് റാം എന്ന കൺസെപ്റ്റിലേക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ സാങ്കേതിക വാക്ക് പൂർണ്ണമായി പറഞ്ഞാൽ റീഡ് റൈറ്റ് റാൻഡം ആക്സസ് മെമ്മറികൾ അല്ലെങ്കിൽ പൊതുവെ വിളിക്കപ്പെടുന്ന റാം. എന്താണ് ഒരു കമ്പ്യൂട്ടറിൽ റാമിന്റെ ഉപയോഗം? നമുക്ക് വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, അത് പ്രോസസ് ചെയ്യാനാണെങ്കിൽ മൈക്രോ പ്രോസസർ ഉണ്ടല്ലോ. അപ്പൊ റാമിന് എന്താണ് പ്രസക്തി? ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞാൽ റാം ഇല്ലാതെയും എനിക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം. എൻ്റെ 3ഉം 4ഉം തമ്മിൽ കൂട്ടി റിസൾട്ട് ഉണ്ടാക്കുകയാണ് എൻ്റെ മൈക്രോ പ്രോസസറിന് ഉദ്ദേശമെങ്കിൽ ഈ 3, 4 എന്നറിയപ്പെടുന്ന വിവരങ്ങളും അത് കൂട്ടണമെന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങളും എൻ്റെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലുണ്ട്. ഹാർഡ് ഡിസ്ക് എന്ന ഉപകരണത്തിലേക്ക് മൈക്രോ പ്രോസസറിന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് എന്നത് താരതമ്യേന വേഗത കുറഞ്ഞ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണമാണ്. മൈക്രോ പ്രോസസർ എന്നത് ഒരുപക്ഷെ കോടിക്കണക്കിന് ഓപ്പറേഷൻസ് ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണമാണ്. അപ്പൊ ഇത്രയും ഹൈ സ്പീഡുള്ള ഒരു മൈക്രോ പ്രോസസർ എന്റെ സ്ലോ സ്പീഡുള്ള പെരിഫറൽ ഡിവൈസ് ആയ ഹാർഡ് ഡിസ്കിനോട് നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ there will be a delay. അതായത് എനിക്കിപ്പോൾ ഒരു സെക്കൻഡിൽ 1 കോടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ
ഒരു സെക്കൻഡിൽ ഒരു കാര്യം പോലും എടുത്തു തരാൻ പറ്റാത്ത ഒരാളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സെക്കൻഡ് എനിക്ക് നഷ്ടമായെന്ന് വെച്ചാൽ അതിനർത്ഥം എൻ്റെ 1 കോടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും സമയം നഷ്ടമായെന്നാണ്. സോ whenever the microprocessor try to communicate directly with your hard disk, the microprocessor has to wait until the data is arrived. അപ്പോൾ അത്രയും ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് പ്രൈമറി മെമ്മറി എന്നറിയപ്പെടുന്ന, അതായത് റാം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റാണ്. സോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ റാം എന്ന ചിപ്പ് ചെയ്യുന്നത് ഒരു ഇടനിലക്കാരന്റെ ജോലിയാണ്. വിവരങ്ങളെ നേരത്തെ തന്നെ ഹാർഡ് ഡിസ്കിൽ നിന്ന് സംഭരിച്ച് ഈ റാമിലേക്ക് മാറ്റുക, തുടർന്ന് മൈക്രോ പ്രോസസർ റാമുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനർത്ഥം റാം ഈസ് ആക്ടിങ് ലൈക്ക് എ സ്പീഡ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഹൈ സ്പീഡ് ലോജിക്സ് ആൻഡ് ദ ലോ സ്പീഡ് പെരിഫറൽസ്. അതായത് വേഗതയുള്ള മൈക്രോ പ്രോസസർ എന്ന ഉപകരണത്തിനും വേഗത കുറഞ്ഞ ഹാർഡ് ഡിസ്കിനും ഇടയ്ക്കുള്ള വേഗതയുടെ ഇടനിലക്കാരനാണ് അടിസ്ഥാനപരമായി റാം. അപ്പൊ എത്രത്തോളം കൂടുതൽ റാം ഉണ്ടോ അത്രയും നല്ലത്. നിർബന്ധമില്ല കേട്ടോ. കൂടുതൽ റാം ഉള്ളത് നല്ലതെന്ന് പറയുന്നത് ഒരു അവസ്ഥ വരെ മാത്രമാണ്. നമ്മൾ സാങ്കേതിക ലെവലിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ പറയും റാം ഈസ് ജസ്റ്റ് ലൈക്ക് എ കിച്ചൺ ടേബിൾ. നിങ്ങൾക്ക് അടുക്കളയിൽ പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ തൽക്കാലം വയ്ക്കാനുള്ള ഒരു മേശ പോലെയാണ്. വളരെ ചെറിയൊരു മേശയാണെങ്കിൽ നിങ്ങൾക്ക് പലതവണ സ്റ്റോർ മുറിയിലേക്ക് നടക്കേണ്ടി വരും. മേശയിൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിൽ ഇന്നത്തെ പാചകത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കൊണ്ട് സംഭരിക്കാം. കിച്ചൺ ടേബിൾ ഒരു പരിധിക്കപ്പുറം വലിപ്പം കൂടിയുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. കാര്യങ്ങളെല്ലാം കൂടെ വലിച്ചുവാരിടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ റിയൽ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ റാമിന്റെ കപ്പാസിറ്റി, എത്രത്തോളം കപ്പാസിറ്റി വേണമെന്ന് തിരഞ്ഞെടുക്കുക. റാമുകൾ വളരെയധികം പരിവർത്തനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലൂടെ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ റാം കടന്നു പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത പഴയ മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള വളരെ പഴക്കമുള്ള ആ മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളായിട്ടാണ് റാം വരിക. അതായത് ആ ഒരു കാലഘട്ടത്തിൽ 640 കിലോബൈറ്റ് ഓഫ് റാം ആയിരുന്നു നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അളവ്. മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി എന്നൊരു തിയറി പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് 8088 എന്ന മൈക്രോ പ്രോസസറിന് ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം മെമ്മറി കപ്പാസിറ്റി 1 MB ആയിരുന്നു, 1024 കിലോബൈറ്റ്സ്. ഈ 1024 കിലോബൈറ്റ്സിൽ തന്നെ കുറച്ച് ഏരിയ 384 കിലോബൈറ്റ്സ് സിസ്റ്റം മെമ്മറിക്ക് വേണ്ടി മാറ്റിവെച്ച ശേഷം മിച്ചം റാം അഡ്രസ്സിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന അളവായിരുന്നു 640 കിലോബൈറ്റ്. 640 കിലോബൈറ്റ് എന്ന് പറയുമ്പോൾ 1 MB തികച്ചില്ല എന്ന് നോക്കുക. ജിഗാബൈറ്റ്സ് ഓഫ് റാം ഉള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന നമുക്ക് സ്വാഭാവികമായും 1 MBക്ക് താഴെ റാമുള്ള ഇനീഷ്യൽ സിസ്റ്റങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും. എങ്കിലും വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 640 കിലോബൈറ്റിന് മേലുള്ള ആവശ്യമൊന്നും നോർമലി ആളുകൾക്ക് ഉണ്ടാവില്ലെന്ന്. ഈ പ്രശസ്തമായ ഡയലോഗ് 640 KB is ought to be enough for everyone എന്ന് പറഞ്ഞത് നമുക്ക് പരിചയമുള്ള ബിൽഗേറ്റ് എന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ പഴയ എല്ലാവർക്കും തൃപ്തിയാകുമെന്ന് ബിൽഗേറ്റ് പറഞ്ഞ 640 KB റാം. കൊച്ചു കൊച്ചു ചിപ്പുകളായിട്ട് നിങ്ങളുടെ മെഷീനിൽ ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു മെമ്മറി മാറ്റിയിടുക എന്ന് പറയുന്ന ഒരു ചിപ്പ് ലെവൽ എഞ്ചിനീയറുടെ ജോലിയായിരുന്നു എന്നർത്ഥം, ഒരു റാം റീപ്ലേസ്മെന്റ് എന്നത്. തുടർന്ന് ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് മെമ്മറി എക്സ്പാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമായി മാറി. കാരണം 8028 മൈക്രോ പ്രോസസറുടെ കാലഘട്ടത്തിൽ മെമ്മറി കപ്പാസിറ്റി നേരത്തെ പറഞ്ഞ 1 MB ലിമിറ്റിൽ നിന്ന് 16 MBയിലേക്ക് വർദ്ധിച്ചു. തുടർന്ന് വളരെയധികം മെമ്മറി കപ്പാസിറ്റി ആഡ് ചെയ്യാവുന്ന ലെവലിലുള്ള പ്രോസസറുകൾ മാർക്കറ്റിൽ വന്നു. അതുകൊണ്ട് തന്നെ മെമ്മറി ആർക്കിടെക്ചർ നമുക്ക് പലതരത്തിലുള്ള മെമ്മറി സ്ലോട്ടുകളായി മാറി. സ്ലോട്ട് ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠനം നടത്തിയിരുന്നു. അത് നമ്മൾ എക്സ്പാൻഷൻ സ്ലോട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. മെമ്മറികൾ ഊരിയിടാവുന്ന ലെവലിൽ പ്ലഗ് ചെയ്യേണ്ടി വന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ മെമ്മറി സ്ലോട്ടുകൾ എന്നൊരു ആശയത്തെക്കുറിച്ച്, അതുകൊണ്ട് തന്നെ പല വലിപ്പത്തിലുള്ള മെമ്മറി ആർക്കിടെക്ചർ സ്ലോട്ടുകൾ മാർക്കറ്റിൽ വന്നു. ഒരുപക്ഷെ വളരെ പഴയ ഒരു സ്ലോട്ട് ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന മെമ്മറിയെ നോക്കാം. ഇത് വളരെ പഴക്കമുള്ളൊരു മെമ്മറി ആർക്കിടെക്ചറാണ്. 30 പിന്നുള്ള ഒരു മെമ്മറി ആർക്കിടെക്ചർ കൺസെപ്റ്റ് ആയിരുന്നു ഇത്. സിംഗിൾ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ അഥവാ സിം മോഡ്യൂളുകളായി ലഭ്യമായിരുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ആർക്കിടെക്ചറാണ് ഈ 30 പിൻ സിം എന്നറിയപ്പെടുന്ന ആർക്കിടെക്ചർ. ഈ 30 പിൻ സിം ആർക്കിടെക്ചറിന് മുമ്പും 30 പിന്നിന്റെ വേറൊരു ഡിഫറെന്റ് ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. അതിന്റെ പേര് സിപ്പ് എന്നായിരുന്നു, സിംഗിൾ ഇൻലൈൻ പിൻ പാക്കേജ് എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ്. സിം ആണ് നമ്മളുടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. സിം ആർക്കിടെക്ചറുള്ള 30 പിൻ കണക്ടറാണ്. ഈ 30 പിൻ കണക്ടർ 8 ബിറ്റ് ടെക്നോളജി ആയിരുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് 32 ബിറ്റ് ഡേറ്റ കപ്പാസിറ്റി ഉള്ള ഒരു മൈക്രോ പ്രോസസറിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം 4 പീസ് മെമ്മറി ഇട്ടാൽ മാത്രമേ മിനിമം ബാങ്ക് 0 എന്നറിയപ്പെടുന്ന ആശയം കംപ്ലീറ്റ് ആകുന്നുള്ളായിരുന്നു.
ഇതൊരു വളരെ പഴയ ആശയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ മെമ്മറി അന്ന് പ്ലഗ് ചെയ്യുന്ന രീതികൾക്ക് ഒരു 45 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് നിവർത്തി വെക്കുക തുടങ്ങിയ കൺസെപ്റ്റിലൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഈ ഒരു ആർക്കിടെക്ചറിന് ശേഷം വന്നത് 30 പിൻ ആർക്കിടെക്ചറിന് ശേഷം വന്ന് 72 പിന്നുള്ള മെമ്മറി ആർക്കിടെക്ചറിലേക്കാണ്. 72 പിന്നുള്ള സിംഗിൾ ഇൻലൈൻ മെമ്മറി ആർക്കിടെക്ചറിന് ശേഷം വളരെ 168 പിന്നുള്ള അടുത്ത ടെക്നോളജികളിലേക്കൊക്കെ മെമ്മറി മാറി. അതായത് സിം എന്ന ടെക്നോളജിക്ക് പകരം ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ എന്നറിയപ്പെടുന്ന ആർക്കിടെക്ചറിലേക്ക് മാറി. അപ്പൊ അത്തരം പല പരിണാമങ്ങളും പിന്നീട് വരികയുണ്ടായി. ഈ പറഞ്ഞ ടിപ്പിക്കൽ ഡിമ്മുകൾ തന്നെ, ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾസ് തന്നെ പല തരത്തിലുള്ള രൂപപരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പിൻ കൗണ്ടുകളിലും ടെക്നോളജികളിലും അതിന്റെ പെർഫോമൻസ് ലെവലിൽ ഉൾപ്പെടെയുള്ള പല വ്യത്യാസങ്ങൾ ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾക്ക് വന്നിട്ടുണ്ട്. അവയെ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ വന്ന SD റാമുകൾ, തുടർന്ന് വന്ന RD റാം, SD റാം തന്നെ ഡ്യുവൽ ഡേറ്റ റേറ്റ് SD റാമുകൾ, DDR SD റാംസ്, DDR1 എന്നറിയപ്പെട്ടു അത് പൊതുവെ, തുടർന്ന് DDR2, DDR3 ഉൾപ്പെടെയുള്ള പല സാങ്കേതിക വിദ്യകളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട്. മെമ്മറി ആർക്കിടെക്ചറുകളിൽ ഇൻഡിവിജ്വൽ കമ്പോണന്റ് ലെവലിലേക്ക് ഒരു ഡിസ്കഷൻ അല്ല നമ്മൾ നടത്തുന്നത്. പൊതുവായി എന്താണ് മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറയാനുള്ള ശ്രമമാണ് നടത്തിയത്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കമ്പോണന്റ് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ അസംബ്ലിംഗ് പ്രോസസ്സ് വരുമ്പോൾ നമുക്ക് ഈ മെമ്മറി ആർക്കിടെക്ചറെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. എങ്കിലും ആദ്യ തലമുറ മുതലുള്ള മെമ്മറി ആർക്കിടെക്ചറിനെ കുറിച്ച് വിശദമായി അറിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഒരു ചരിത്രം അല്ലെങ്കിൽ വന്ന വഴിയെക്കുറിച്ച് ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മെമ്മറികൾ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ മദർ ബോർഡിൽ മെമ്മറി പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ മെമ്മറി ഏരിയ എന്ന് വിളിക്കപ്പെടുന്നു. അതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി അറിയേണ്ടത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മെമ്മറി ഏരിയ എന്ന് വിളിക്കപ്പെടുന്നത് റാമും റോമും ചേർന്ന ഭാഗങ്ങളെ ആണ് നമ്മൾ മദർ ബോർഡിൽ മെമ്മറി ആർക്കിടെക്ചർ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതാണ് മെമ്മറി ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുള്ള പൊതുവായ കാര്യം. താങ്ക് യു.